പ്രണയം. ലോകത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരെങ്കിലും ഒരാളായിരിക്കാം. പക്ഷേ ആരെങ്കിലും ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ നിങ്ങളായിരിക്കും. പ്രണയത്തെ ഇങ്ങനെ ഉപസംഹരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരായി ആരുമുണ്ടാവില്ല. അതിൽ കുറേ പേർ വിജയം നേടുന്നു, കുറേ പേർ പരാജയപ്പെടുന്നു, കുറേ പേർ പ്രണയ നൈരാശ്യത്തോടെ ജീവിക്കുന്നു. ഇന്നത്തെ കാലത്ത് പ്രണയം എന്ന അതിമനോഹര വാക്കിന് വേറെ പല അർത്ഥങ്ങളുമാണ് കണ്ടുവരുന്നത്. പ്രണയചേഷ്ടകൾ അതിരുവിടുന്ന പുതുതലമുറ, മദ്യം, മയക്കുമരുന്നൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ഇന്ന് വിവാഹത്തിലെത്തുന്ന പ്രണയ ജീവിതത്തെക്കാൾ കൂടുതലാണ് വിവാഹമോചനങ്ങളിലെത്തുന്ന പ്രണയ ജീവിതങ്ങൾ. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടായിരിക്കേണ്ട കേവലം ഒരു പ്രകടനം മാത്രമല്ല പ്രണയം, അത് ജീവിതത്തിൽ മുഴുനീളെ ഉണ്ടാവേണ്ടതാണ്. വിശുദ്ധ ബൈബിളിൽ തോബിത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവെ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് കേവലം ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. ഇവളോട് കൊടുത്ത് വാർദ്ധക്യത്തിലെത്തുന്നതുവരെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. ഇങ്ങനെയായിരിക്കണം